പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുന്നു. എത്ര അത്ഭുതകരമായാണ് ഓരോ ദിവസവും കർത്താവ് നടത്തുന്നത്. ആ കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരാളും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവജനം പറയുന്നത്, അവനിലോട്ട് നോക്കുന്നവർ അവർ പ്രകാശിതരായി തീരും. ആരുടെ മുഖം ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. മൈ ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത, കർത്താവിൻ്റെ സ്നേഹം, ഇതൊന്നും ഒരിക്കലും മാറത്തില്ല. നോക്ക്, കർത്താവിൻ്റെ വിശ്വസ്തത, ആ ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അതുപോലെ കർത്താവിൻ്റെ സ്നേഹം, നമ്മൾ പാപികളായിരുന്നപ്പം തന്നെ അല്ലേ നമ്മളെ സ്നേഹിച്ച ആ മഹാസ്നേഹം അതൊരിക്കലും മാറത്തില്ല. പ്ലീസ്, ചില ഒക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, എന്നാ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല. ദൈവത്തെ തോസോട്ടുകാരായിട്ടേക്ക് പറയും, ദൈവത്തിന് ഇഷ്ടമല്ല, ഒരിക്കലും ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ദൈവത്തിന് നമ്മളോട് സ്നേഹമാണ്. ഗോഡ് ലവ്സ് യു. പ്രൈസ്. ഇഷ്ടമെന്ന് പറയുന്ന വാക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഒത്ത് പ്രവർത്തിക്കുന്നവരോട് നമുക്ക് തോന്നുന്ന വികാരമാണ് ഇഷ്ടം. എന്നാൽ സ്നേഹം അങ്ങനെയല്ല. നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുമ്പോഴും സ്നേഹത്തിനൊരിക്കലും മാറ്റം വരത്തില്ല, സ്നേഹം ഒരിക്കലും കുറയത്തില്ല. കർത്താവിനോട് എന്നോട് സ്നേഹം. നമ്മൾ വി ലീവ്ഡ് അവേ ഫ്രം ഗോഡ്. കർത്താവിൽ നിന്ന് ഒത്തിരി അകന്ന് ജീവിച്ചവരാണ്. അന്നേരവും കർത്താവിന് നമ്മളോട് സ്നേഹമായിരുന്നു. ഹി ലവ്ഡ് us അല്ലേ. ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് എന്നെ നിങ്ങളെ കണ്ടതാണെങ്കിൽ അതിനൊന്നും ഒരിക്കലും മാറ്റം വരാൻ സാധിക്കത്തില്ല. ഇന്ന് പ്രഭാതത്തിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, പ്ലീസ്, ആ ധൈര്യത്തോടെ, ബലത്തോടെ, സാഹചര്യം എന്തു തന്നെയാണെങ്കിലും, ഇന്ന് പ്രതികൂലമായ കാറ്റുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അനുകൂലത വെളിപ്പെടും നിശ്ചയമായും എന്നുള്ള ആ ഉറപ്പോടെ വേണം മുമ്പോട്ട് പോകാൻ. നോക്ക്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഗോഡ് ഈസ് വർക്കിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തള്ളത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആ ധൈര്യത്തോടെ ലെറ്റ് us embrace this day with that boldness. ആ ഒരു ധൈര്യത്തോടെ വേണം ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാൻ. ഇന്ന് പ്രതികൂലം എന്നാണേലും അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കിക്കോണം, എൻ്റെ കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങി വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. ഒന്നിലും വിഷയങ്ങൾ കാണുമ്പോഴും ഒന്നിലും പതറാതെ ആ കർത്താവിലേക്ക് നോക്കി, ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ഇന്നായിരിക്കാം. പലവിധ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എൻ്റെ വിഷയത്തിന് മാത്രം വിടുതൽ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ കർത്താവ് വിടുതൽ തരുമെന്നേ. കർത്താവിന് വഴി തുറക്കാൻ ഒരല്പസമയം മതി. കർത്താവ് ക്ഷണത്തിൽ സൗഖ്യമാക്കുന്നവന്, ക്ഷണത്തിൽ അത്ഭുതം ചെയ്യുന്നവന്. ചിലപ്പം പോകുന്ന വഴിയിലായിരിക്കും സൗഖ്യം. എന്താണേലും കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ലജ്ജിച്ചു പോയെങ്കിൽ ഓർത്തോണം, നമ്മുടെ അവിശ്വാസവും നമ്മുടെ ഇതും കൊണ്ടാണ് നമ്മൾ ലജ്ജിച്ചു പോകുന്നത്. ആ കർത്താവിൽ ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. സങ്കീർത്തനങ്ങൾ 42 അധ്യായം എൻ്റെ 11 വാക്യം പറയും, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നത് എന്ത്? എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അമ്മേ, ആ പ്രത്യാശ കർത്താവിലാണോ വെച്ചിരിക്കുന്നത്? എൻ്റെ ആത്മാവേ എന്ന് പറയുമ്പോ എൻ്റെ മനസ്സിനോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിനോട് ഞാൻ പറയുക. നമ്മുടെ മനസ്സല്ലേ ആദ്യം പതറിപ്പോകുന്ന. ഒരു വിഷയം കാണുമ്പോൾ, ഒരു വിഷയം കേൾക്കുമ്പോൾ, അയ്യോ ഈ വിഷയത്തിൽ ഞാൻ എന്തായി തീരും, ഞാൻ ലജ്ജിച്ചു പോകുവോ, ഞാൻ തകർന്നു പോവോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന അല്ലെ. എന്നിട്ടാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ പറയാ, എൻ്റെ മനസ്സേ ഞെരുങ്ങുന്നത് എന്താ? എൻ്റെ ഉള്ളിലിരുന്ന് നീ ഞെരുങ്ങുന്നത് എന്താ? എൻ്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എനിക്കിന്ന് നിങ്ങളോട് അതാ പറയാനുള്ള. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഉറപ്പും ധൈര്യത്തോടെ ആയിരിക്കുക. ഒരിക്കലും ലജ്ജിച്ചു പോകാൻ. ഏത് വിഷയമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരു വഴി തുറക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും. അത്ഭുതം നടക്കുമെന്നേ, തകർന്നു പോകത്തില്ലെന്നേ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിലും കർത്താവ് അതിനപ്പുറമായി, നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി
എൻ്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് കൂടെ ഇരിക്കും. പല ഇന്റർവ്യൂവിന് പോയി കാണും, ജോലി കിട്ടിയില്ലായിരിക്കും. പക്ഷേ മടുത്തു പോകരുത്. ആ അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതുവരെ കിട്ടാത്ത ജോലിയെക്കാട്ടും നല്ലൊരു ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒന്നിലും എന്നാ പറഞ്ഞ പ്രത്യാശ നഷ്ടപ്പെടരുത്. ആ കർത്താവിൽ തന്നെ പ്രത്യാശ വെച്ച് നിങ്ങളുടെ മനസ്സ് ഉറച്ച് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ തകർന്നും ലജ്ജിച്ചും പോകത്തില്ല. ഇതിന്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി ഒരു പോക്കുവഴി കർത്താവ് ഒരുക്കും. ഇതിന്റെ ഉള്ളിൽ ചിലരൊക്കെ എനിക്ക് അനുകൂലമായി ഇരിക്കും. ഇതിന്റെ ഉള്ളിൽ ചിലതൊക്കെ എനിക്ക് അനുകൂലമായി വരും. ഒരു സാധ്യതയും കാണുന്നില്ലായിരിക്കും. മനുഷ്യനാൽ അസാധ്യം, പക്ഷേ കർത്താവിനാൽ സകലതും സാധ്യമാ. എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ആ കർത്താവിന്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. അസാധ്യതകളുടെ മുഴങ്കാലുകൾ കർത്താവിന്റെ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. അത്ഭുതമായിരിക്കും. നിങ്ങൾ ആ വിഷയത്തിന്റെ മുമ്പിൽ നിങ്ങൾ തനികയല്ല, സ്വർഗം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ലെന്നേ, ഒരിക്കലും നിങ്ങളുടെ തല താഴത്തില്ലെന്നേ. ചിലപ്പം തല താഴുന്ന പോലെ ലജ്ജിക്കുന്ന പോലെ ഈ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണല്ലോ, ഒന്നിനു പുറകെ ഒന്നായി ഒരു വിഷയത്തിൽ തന്നെ പല വിഷയങ്ങൾ കടന്നു വരുവാണല്ലോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അവിടെയും ധൈര്യത്തോടെ ആയിരുന്നു നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ അകത്തൂടെ ചിലതൊക്കെ കടന്നു പോകുന്നതിന്റെ അകത്തൂടെ പുതുവഴികൾ തുറക്കാൻ കർത്താവിന് സാധിക്കും. ആ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ തന്നെ പ്രത്യാശ വെച്ച് നിങ്ങളുടെ മനസ്സിന്റെ ഞെരുക്കങ്ങളെ മാറ്റി, അവിശ്വാസമെല്ലാം മാറ്റി, ഞാൻ വിശ്വസിക്കുക, ഞാൻ പിന്നെയും എന്റെ കർത്താവിൽ വിശ്വസിക്കുക, നന്മയല്ലാതെ എന്റെ ജീവിതത്തിൽ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. ചിലതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും ആ കർത്താവിൽ ഒന്നുകൂടെ ആശ്രയിക്കാനും ഞാൻ ആശ്രയിക്കും. കർത്താവ് കൂടെയിരിക്കും. അത്ഭുത വഴികൾ എന്റെ മുമ്പിൽ തുറക്കുമെന്നുള്ള ധൈര്യത്തോടെ ഇന്നായിരുന്നു കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവിൽ തന്നെ പ്രത്യാശ വയ്ക്കുക. എന്നാ ദൈവവചനമല്ലേ ഈ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നത് ഒരു വെയിറ്റിംഗ് ടൈമിലാണ് അല്ലെ. പലപ്പോഴും നമുക്കൊരു വെയിറ്റിംഗ് ഉണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആ പേഷ്യൻസ് നഷ്ടപ്പെടുന്ന റെഡ് ലൈറ്റിലാണ്. ട്രാഫിക് നമ്മൾ പോകുമ്പോൾ റെഡ് ലൈറ്റിൽ നമ്മൾ ആ ക്യൂവിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതെന്നാ ഗ്രീൻ കത്താത്തത്, ഇതെല്ലോ ആകാത്തത്, ഇത് മുമ്പോട്ട് പോകുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ട്രാഫിക് ജാമിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, കർത്താവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവരെല്ലാം ദൈവർ പേഷ്യന്റ്, അവരെല്ലാം വെയിറ്റ് ചെയ്തവരാണ്. എബ്രഹാം 25 വർഷം എബ്രഹാം വെയിറ്റഡ് ഫോർ 25 years. 25 വർഷം താൻ വെയിറ്റ് ചെയ്തു. ജോസഫ് വെയിറ്റ് ചെയ്യേണ്ടത് വന്നു. ദാവീദ് ഒരു രാജാവാകാൻ അഭിഷേകം ചെയ്തിട്ടും താൻ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. വെയിറ്റിംഗ് പീരീഡ് എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡിൽ സ്പെൻഡ് യുവർ ടൈം ഇൻ പ്രയർ ആൻഡ് വർഷിപ്പ്. അവിടെ പ്രാർത്ഥനയിലും ആരാധനയിലും നമ്മുടെ സമയം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കോ. ദൈവവചനത്തിൽ കൂടുതൽ ആശ്രയിച്ചോ. ആ വചനത്തിൽ നോക്ക്. ഇതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച ഷീന. 42-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള നോക്ക്. ആ കർത്താവിനായിട്ടുള്ള ഒരു ദാഹമാണോ, കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ദാഹമാണോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒന്നിനും ഒരു കുറവും വരത്തില്ല. ഇവിടെ പറയാം, മാൻ നീർത്തോടുകളോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എനിക്ക് ആ കർത്താവുമായിട്ട് അങ്ങോട്ട് അതിന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്: നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി. പലരും ചോദിക്കും, നീ പോയിട്ട് എന്നായി നിന്റെ കാര്യം? നീ എത്ര നാളായി? നീ ഭയങ്കര സ്തോത്രക്കാരനാണല്ലോ, നീ ഭയങ്കര പാട്ട് പാടുന്ന പാർട്ടിയാണല്ലോ, നീ ഭയങ്കര കയ്യടിക്കാരനാണല്ലോ, നീ ഭയങ്കര ആരാധനയ്ക്ക് പോക്കാണല്ലോ, എന്നിട്ട് നിന്റെ കാര്യം എന്തായി എന്ന് ചോദ്യമുനകൾ നമ്മുടെ നേരെ പലപ്പോഴും ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയെല്ലാം നോക്ക്, ആ പേഷ്യന്റ് ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ കർത്താവിന്റെ പ്രവൃത്തി അവിടെ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് ഒന്ന് മുമ്പോട്ട് പോയിക്കോ. അതിന്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ
സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരും. ഞാൻ ഈ ദേവാലയത്തിൽ സ്തോത്രം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ ദേവാലയത്തിൽ ഞാൻ ചെന്ന് സ്തോത്രം ചെയ്യും. ദേവാലയത്തിൽ സ്തോത്രം ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരും കൈകൊട്ടുമ്പോൾ കൂടെ കൈകൊട്ടാൻ എളുപ്പമാണ്. എല്ലാവരും സ്തുതിക്കുമ്പോൾ കൂടെ സ്തുതിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ ദേവാലയത്തിൽ മാത്രമല്ല, അവിടുന്ന് ഇറങ്ങുമ്പോഴും ഞാൻ എൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് ആശ്രയിക്കാൻ ഒരേ ഒരാളെ ഉള്ളൂ. അതെന്റെ കർത്താവ്. അവനിലോട്ട് ആശ്രയിക്കുന്നവർ, ആ കർത്താവിൽ പ്രത്യാശ വെക്കുന്നവർ, ഇന്ന് വായിച്ചതുപോലെ ആ പ്രത്യാശ യേശുവിലാണോ പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കത്തില്ല. യെശയ്യാ പ്രവചനം അതിന്റെ 40-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന 40-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, ബാല്യം എന്ന് പറയുന്ന ആ ബാല്യം ഏറ്റവും കൂടുതൽ ഊർജമുള്ള ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള യൗവനക്കാരൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള വ്യക്തികളാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, എന്നാൽ യൗവനക്കാർ ഇടറി വീഴാൻ സാധ്യതയുണ്ട്. അടുത്ത വാക്യം പറയുകയാണ്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ those who wait on the Lord will renew their strength. കർത്താവിനെ കാത്തിരിക്കുന്നവർ, കർത്താവിൽ പ്രത്യാശ വെക്കുന്നവർ, ആ കർത്താവിനെ തന്നെ നോക്കി മുമ്പോട്ട് പോകേണ്ടുന്നവർ, അവർ ദിനം പ്രതി ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. പ്രതികൂലങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും. എബ്രഹാം തനിക്ക് വാഗ്ദത്തം കിട്ടിയിട്ടും he had to wait for 25 years അത് നിവർത്തിക്കപ്പെടാൻ. പലപ്പോഴും ഇതുപോലെയാണ് നമ്മളെ ഡേ ടു ഡേ നമ്മുടെ ലൈഫിലോട്ട് നോക്കിയാൽ മതി. ആ റെഡ് ലൈറ്റിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഇംപേഷ്യന്റ് ആകും. അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്കൊരു കാര്യം, ആ വെയിറ്റിംഗ് പീരീഡ് ഞാൻ സ്തോത്രത്തോടെ, ഞാൻ പ്രാർത്ഥനയോടെ, കർത്താവിൽ നന്ദിയോടെ, കർത്താവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ഐ വിൽ റിന്യൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഓരോ ദിവസവും കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ഞാൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ ദൈവവചനം ഞാൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഞാൻ ലജ്ജിക്കാനോ തല കുനിയാനോ ഞാൻ എന്നെ അനുവദിക്കത്തില്ല. ഷീന എന്ന് വായിച്ചതുപോലെ എന്റെ മനസ്സാണ് ചതിക്കുന്നത്. മനസ്സാണ് പലപ്പോഴും പല നുണകളും പറയുന്നത്. എന്റെ ആത്മാവ് പെർഫെക്റ്റാ, പക്ഷെ എന്റെ മൈൻഡ് പല കാര്യങ്ങൾ എന്നോട് പറയും. എന്റെ മനസ്സ് പറയും, ഇല്ല, തീർന്നുപോയി, ഇനിയും രക്ഷയില്ല എന്ന് എന്റെ മനസ്സ് പറയുമ്പോൾ ഞാൻ അത് എന്ത് ചെയ്യത്തില്ല. അവിടെ പറയുകയാണ്, എന്റെ ആത്മാവേ എന്ന് എഴുതിയിരിക്കുന്ന 11 എന്റെ മനസ്സേ നീ വിഷാദിച്ച് എന്തിനാ ഞെരങ്ങുന്നേ? ഒരു പ്രതിസന്ധി കാണുമ്പോൾ നീ എന്തിനാ തകർന്നു വീഴുന്നേ? നീ എന്തിനാ തളർന്നു പോകുന്നേ? ഞാനില്ലേ, ഞാൻ ഒരിക്കലും കൈവിടത്തില്ല എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ലേ? ആ കർത്താവിൽ തന്നെ ഒന്ന് പ്രത്യാശ. വെയിറ്റ് ഓൺ ദ ലോർഡ്. ആ കർത്താവ് നോക്ക്, അത് അവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്ന കഴുകനെയാ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. നോക്ക്, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചുയരും. ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ്. ഈ കഴുകന് ഒരു ഇതുണ്ട്. കഴുകൻ ഈ തന്റെ കുഞ്ഞുങ്ങളെ രണ്ട് മൂന്ന് രീതിയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഈ കഴുകൻ നോക്ക്, തന്റെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? കൂട്ടിൽ നിന്ന് അത് തള്ളി താഴോട്ടിടും. വലിയ പാറയുടെ മുകളിലായിരിക്കും തള്ളി താഴോട്ടിടും. അത് ദേ വിൽ ഫ്ലാപ്പ് ദർ വിങ്സ്. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ചിറകടിക്കും. പക്ഷെ അതിന് പറക്കാൻ ട്രെയിൻഡ് അല്ല. അത് പറക്കാൻ സാധിക്കാത്തപ്പോഴത്തേക്ക് ആ കഴുകൻ ഒരിക്കലും അതിനെ അടുത്ത പാറ വീണ് ഒടയട്ടെ എന്ന് വിചാരിക്കത്തില്ല. അതിന്റെ അമ്മ നേരെ താന്ന് പറന്ന് 1 സെക്കൻഡ് കൊണ്ട് താന്നിറങ്ങി വന്ന് തന്റെ ചിറകുകളുടെ മുകളിൽ അതിനെ വഹിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, അതുപോലെയാണ് പ്രതിസന്ധികൾക്കകത്ത് ഞാൻ തളരാൻ. ഇവിടെ ദൈവവചനം പറയുന്നത് നോക്ക്, കഴുകന്മാരെ പോലെ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആ കഴുകൻ എന്ത് ചെയ്യും? അതിനെ താന്നു വന്ന് ചിറകിന്റെ ഒന്ന് കഴുകൻ ചിറകിന്റെ മുകളിൽ അതിനെ വഹിക്കും. ആ ചിറകിന്റെ മുകളിൽ വഹിച്ച് അതിനെ ഉയർത്തും. 2, ഞാൻ ക്ഷീണിച്ച് തളരുമ്പം എന്നാണ് പുതിയ തൂവലുകൾ എനിക്ക് ഹി വിൽ ഗീവ് എ സ്ട്രെങ്ത്. ഇവിടെ പറയുകയാണ്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. സ്ട്രെങ്ത് തരും, ബലം തരും. ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുള്ള ശക്തിയും ബലവും എന്റെ കർത്താവ് തരും. ആ പ്രതിസന്ധിക്കകത്ത് ചിലര് പറയും, ആ പ്രതിസന്ധി വരുമ്പോൾ ഇനി ഞാൻ അങ്ങോട്ടില്ല, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കില്ല, ഇനി ഞാൻ ആരാധനയ്ക്കില്ല. ദൈവത്തോട് ഒരുമാതിരി പിണങ്ങുന്നത് പോലെയാ.
അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. നമുക്ക് ഈ ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയാം, എല്ലാ ദിവസവും നമ്മൾ ആ ട്രാഫിക് ലൈറ്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലെ, ആ റെഡ് സിഗ്നൽ മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലെ. അവിടെ നമ്മൾ ഇംപേഷ്യൻ, നമ്മൾ നേരെ ഓടിച്ച് ഇല്ല ഞാനിവിടെ വെയിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് നേരെ ഓടിച്ചങ്ങ് കേട്ടത്തില്ല അല്ലെ. നമുക്കറിയാം അത് അപകടമാണെന്നറിയാം. പക്ഷേ കർത്താവിനെ കാത്തിരിക്കുന്ന പേഷ്യന്റായിട്ട് വെയിറ്റ് ചെയ്യും. ആ ഗ്രീൻ സിഗ്നൽ കാത്തോ, ആ ഗ്രീൻ തെളിഞ്ഞ് തന്നെ വരും. ആ ഗ്രീൻ തെളിഞ്ഞ് വരുമ്പോൾ എനിക്ക് മുമ്പോട്ട് സുഗമമായി പോകാം. ആ ഗ്രീൻ തെളിയുന്നിടം വരെ നോക്ക്, എനിക്ക് ബലം കിട്ടുന്നത് പോലെ, ആ പേഷ്യൻസിനോടെ ഇരിക്കാൻ സാധിക്കുന്നത് പോലെ നിങ്ങളുടെ വിഷയത്തിന് എന്റെ വിടുതലിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് പേഷ്യന്റായിട്ട് ഇരുന്നേ, ഒരിക്കലും ലജ്ജിക്കാൻ സമ്മതിക്കുക. എങ്ങനെയാണ് എനിക്ക് പേഷ്യന്റായിട്ട് ഇരിക്കാൻ പറ്റുന്നത്? ഇവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. പ്ലീസ് നോക്ക്, സങ്കീർത്തനം 130 അതിന്റെ 5 വായിച്ചേ. സങ്കീർത്തനം 130. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എനിക്ക് ഓരോ ദിവസവും ഐ ഗെറ്റ് ഹംഗ്രി. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എന്നാ ചെയ്യുന്ന, ഞാൻ ആഹാരം കഴിക്കും എന്ന് പറഞ്ഞതുപോലെ എന്റെ ആത്മാവ്, എന്റെ മനസ്സ് ഞെരുങ്ങാൻ തുടങ്ങുമ്പം ഞാൻ എന്നാ ചെയ്യുമെന്നറിയാവോ? അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കും, അവരിൽ ഞാൻ ആശ്രയിക്കും. ഈ വചനത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന ആ വചനം, അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് വേർഡിൽ എഴുതിയിരിക്കുന്ന ലൈക്ക് പ്ലാറ്റിംഗ് ദ ഹെയർ. അത് പ്ലാറ്റിംഗ് ദ ഹെയർ എന്ന് പറയുന്ന മുടി പിന്നുക, മുടി പിന്നുന്നത് പോലെ. നോക്ക്, മുടി എങ്ങനെയാ എന്തിനാ മുടി പിന്നുന്നത്? ഷീന, മുടി എന്തിനാ പിന്നുന്നത്? ഈ കാറ്റൊന്നും അടിച്ചാൽ പറന്നു പോകാതിരിക്കാനല്ലേ മുടി. നോക്ക്, മുടി സ്ട്രൈറ്റൻ ചെയ്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം, കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇത് പറന്നു പോകുന്നതാണ്. മുടി പിന്നുന്നത് അത് ഇൻടാക്റ്റ് ആയിട്ടിരിക്കാൻ, അത് പറന്നു പോകാതിരിക്കാൻ മുടി, സൗരിമാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. അത് മുടി നമ്മൾ പിന്നും. അതുപോലെ തന്നെയാണ് ലൈക്ക് പ്ലാറ്റിംഗ്, ആ മുടി പിന്നുന്നത് പോലെ കർത്താവിന്റെ വചനം നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ പിന്നി അതിനെ എന്ത് ചെയ്യണം? അതിനെ പിന്നെയും പ്ലാറ്റിറ്റ്, അതിനെ ഒന്നിച്ച് ചേർത്ത് അതിനെ പിന്നെ ഒന്ന് വെച്ചേ. പ്ലീസ്, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. എന്റെ വെയിറ്റിംഗ് പീരീഡ് എപ്പോഴും ആ വചനത്തിൽ പ്രത്യാശ വെച്ച്, ആ വചനം പിന്നെയും വിളിച്ചു പറഞ്ഞ്, ആ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഓരോ ദിവസവും ഇല്ല, തള്ളത്തില്ല, ഉപേക്ഷിക്കുക, എന്റെ കൂടെയുണ്ട്, എന്നെ ഒരിക്കലും കൈവിടത്തില്ല, എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധിക്കും. ഒരു പ്രതികൂലത്തിനും എന്റെ മേൽ സ്ഥാനമില്ല. ഞാൻ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനാണ്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവനാണ്. ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. എന്റെ വശത്ത് 1000 എന്റെ വലത്തുവശത്ത് 10,000 വീഴും, അത് എന്നോട് അടുത്ത് വരത്തില്ല. ആ വാഗ്ദത്തങ്ങളൊക്കെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. വിശുദ്ധന്മാരിൽ എനിക്ക് അവകാശത്തിന്റെ മഹിമാധനമുണ്ട്. എന്ത് ചെയ്യണം? വിളിച്ച് പറയാൻ തുടങ്ങണം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു, അവൻ സ്നേഹസ്വരൂപന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഐ വിൽ ലാക്ക് നത്തിങ്. അവന്റെ കരങ്ങളിൽ ഗുപ്തനിധികളും പുരാതന സമ്പത്തുമുണ്ട്, അത് അവന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ അവകാശം വിളിച്ചു പറയണം. യു ആർ ദ റൈച്ചസ്. ഞാൻ ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ നീതിമാനാണ്, എന്നെ ഒന്നിനും തൊടാൻ പറ്റും. അങ്ങനെ അങ്ങോട്ട് പ്ലേറ്റഡ് വിത്ത് നിങ്ങളുടെ വിഷയങ്ങളെ എന്ത് ചെയ്യണം? ആ മുടി പിന്നുന്നത് പോലെ ആ വിഷയങ്ങളെ പിന്നണം. അതാണ് ഇവിടെ ദൈവവചനം 130 വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. നോക്ക്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. 6-ാം വാക്യം പറയുകയാണ്, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നോക്ക്, ഈ പ്രഭാതം എന്നും ഇറ്റ് ബ്രിങ്സ് ന്യൂ ഹോപ്പ് അല്ലെ. ഒരു ദിവസം ഒരു പുതിയ പ്രതീക്ഷയാ തരുന്നത്. ഒരു ദിവസം പറയും, ഓ ഇന്ന് വന്നല്ലോ എന്ന് പറഞ്ഞല്ലോ എഴുന്നേക്കുന്നത്. ആ ഒരു പുതിയ ദിവസം വന്നിരിക്കുകയാണ്. ഈ ദിവസം എനിക്ക് നന്മ കൊണ്ടുവരും, ഈ ദിവസം എനിക്ക് സന്തോഷം കൊണ്ടുവരും, ഈ ദിവസം ഞാൻ ഫേസ് ചെയ്യാനുള്ള വിഷയങ്ങൾ പലതുണ്ടെങ്കിലും ഞാനല്ല ഫേസ് ചെയ്യുന്നത്. എന്റെ കർത്താവ് എനിക്ക് മുമ്പായി കടന്നു പോയിട്ടുണ്ട്. എന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളെ, എന്റെ ദുർഘട സ്ഥലങ്ങളെ സമഭൂമിയാക്കാൻ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. അവനാണ് എന്റെ കൈ പിടിച്ചിരിക്കുന്നത്. ആ കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ, ആ ഈഗ്ലറ്റ്സ് വീഴുമ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മുകളിൽ വഹിക്കുന്നത് പോലെ എന്റെ കർത്താവ് എന്നെ ആ ചിറകിന്റെ മുകളിൽ എന്റെ കർത്താവ് എന്നെ വഹിക്കും. ഞാൻ ബലഹീനമാകുമ്പോൾ എനിക്ക് പുതിയ തൂവലുകൾ കൊണ്ട്, തോമസുകാരന്റെ മനോഹരമായ ഒരു പാട്ടുണ്ടല്ലേ, പുതിയ തൂവലുകൾ കൊണ്ട്, ആ പഴയ തൂവലുകളൊക്കെ പോയി ആ പുതിയ തൂവലുകൾ കൊണ്ട് എന്നെ ബലപ്പെടുത്തും. ഹി വിൽ സ്ട്രെങ്തൻ യു. ആ കർത്താവിന് അത് തന്നെയാണ്. നോക്ക്, ലാമിനേഷൻസ് നിങ്ങൾ വായിക്കുമ്പോൾ, വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 25-ാം
5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും ഗോഡ് ഈസ് ഗുഡ്. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് നല്ലവനാ, എന്റെ കർത്താവ് നല്ലവനാ, എന്റെ കർത്താവ് നല്ലവനാ. എനിക്ക് ഒരിക്കലും ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ഇവിടെ നമ്മുടെ ഓപ്പണിംഗ് വേഴ്സിൽ പറഞ്ഞതുപോലെ 40-ാം അധ്യായത്തിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. എന്നിട്ട് പറയുകയാണ്, അവർ തളർന്നു പോകാതെ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, വിഷയങ്ങൾക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം, ഇറ്റ് ഈസ് ഹാർഡ്, അത് ബുദ്ധിമുട്ടാ. പക്ഷെ അവിടെ എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. പ്ലേറ്റ് ഇറ്റ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവത്തിന്റെ വചനം ചേർത്ത് അതിനെ ഓരോ ദിവസവും ഒന്ന് പിന്നാൻ തുടങ്ങണം. ദൈവത്തിന്റെ വചനം അതിനെ പാക്ക് ചെയ്യാൻ തുടങ്ങണം. ആ കർത്താവിൽ പ്രത്യേകം, മൈ ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ്. അവർ തളർന്നു പോകാതെ ഓടുകയും, എനിക്ക് ഓടാനുള്ള സ്ട്രെങ്ത്, ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കണ്ടിട്ടില്ലേ, അവര് ഈ 100 മീറ്റർ ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വന്ന 100 മീറ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഇട്ടിട്ട് അവർ നിൽക്കുകയല്ല ചെയ്യുന്നത്. അവര് ആ ഓടം അത് പിന്നെയും പയ്യെ അവര് കണ്ടിന്യൂ ചെയ്യും. പിന്നെയും അവര് ഇച്ചിരി നടന്നിട്ടൊക്കെ അവര് നിർത്തത്തുള്ളൂ. ഇവിടെ അതുപോലെയാ പറഞ്ഞ, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആ കർത്താവിന്റെ വചനമുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഓൾവേസ് റിന്യൂ മീ. എനിക്ക് പുതുബലം തരും, എനിക്ക് പുതിയ ശക്തി തരും, എന്നെ മുമ്പോട്ട് ഓരോ ദിവസവും കൊണ്ടുപോകാൻ ആ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ദൈവമക്കളെ മുമ്പോട്ട് പോയിക്കോ, ഒന്നിനും കുറവ് വരത്തില്ല. ആ സങ്കീർത്തനം 42 നമ്മൾ വായിച്ചതുപോലെ, അതുകൊണ്ട് എന്റെ ഉള്ളിൽ ഞെരങ്ങരുത്, എന്റെ മനസ്സ് ക്ഷീണിച്ച് ഞെരങ്ങരുത്. കർത്താവിൽ തന്നെ പ്രത്യാശ വെക്ക്. ആ കർത്താവിൽ പ്രത്യാശ വെച്ചു, ഒന്നിനും കുറവ് വരത്തില്ല. ഇന്ന് പ്രഭാതത്തിൽ പല വെല്ലുവിളികൾ ഉണ്ടായിരിക്കും, ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ട് മേടിക്കാൻ നിങ്ങൾ പോകുമായിരിക്കും. അവിടെ കർത്താവിൽ പ്രത്യാശ വെച്ച് ദൈവത്തിന്റെ അനുകൂലത വേണം. ഇന്ന് ബാങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ പോകുമായിരിക്കും. അവിടെ കർത്താവിൽ പ്രത്യാശ വെച്ച് ആ മാൻ നീർത്തോടുകളോട് അടുത്ത് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ആ ഒരു നമുക്ക് ഈ വളരെ ദാഹത്തോടെ നിൽക്കുമ്പോൾ അറിയാം, ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ അതിന്റെ വാല്യൂ എന്നാന്ന് ഭയങ്കരമായിട്ട് ദാഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അറിയാമല്ലേ. എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ദാഹിച്ചായിരിക്കും, അതുപോലെ ആ മാൻ നീർത്തോടിനോട് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ആ കർത്താവിന്റെ അടുത്തോട്ട് ഒരു ഗ്ലാസ് ദാഹിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടാൻ നോക്കിയിരിക്കുന്ന പോലെ അങ്ങനെ കർത്താവ് കം വിത്ത് തേഴ്സ്റ്റ് എന്നാ പറഞ്ഞു. ആ ദാഹത്തോടെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലോട്ട് വന്നേ. കാരണം എന്നാന്നറിയോ, ഒരിക്കലും വിഷമിക്കാൻ സമ്മതിക്കത്തില്ല. എന്റെ കർത്താവിന്റെ അടുത്ത് വന്നാൽ എന്റെ ദാഹം ശമിക്കും, എനിക്ക് വേണ്ട വെള്ളം തരും, ഒന്നിനും എനിക്ക് കുറവ് വരത്തില്ല. അതുകൊണ്ട് ഡു നോട്ട് വെറി അബൌട്ട് എനിത്തിങ്. അവനിൽ പ്രത്യാശ വെക്കുക. പ്രത്യാശ കർത്താവിൽ വെച്ചു. വേറെ ലോകം ലജ്ജിപ്പിച്ച് കളയുന്ന ലോകമാണ്. മനുഷ്യർ തരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പം തരണമെന്നില്ല. മനുഷ്യർ നിങ്ങളുടെ പുറകിൽ സംസാരിക്കുന്നവരാണ്. നോക്ക്, നിങ്ങളോടൊരു കാര്യം പറയും, പക്ഷെ അപ്പുറത്ത് വേറെ കാര്യം പറയും. അതൊക്കെ മനുഷ്യന്റെ ഹ്യൂമനാണ്. പക്ഷേ നമ്മൾ ഹ്യൂമൻ അല്ല, വി ആർ ബോൺ അഗെയിൻ. നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളാണ്. വി ആർ കണക്റ്റഡ് വിത്ത് ഹെവൻലീസ്. ആ കർത്താവിൽ നിങ്ങളെ സഹായിക്കാൻ ഒറ്റ ഒരാളെ ഉള്ളൂ, അത് യേശു മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഏത് പ്രതികൂലങ്ങളിലും ഇറങ്ങി വരുന്ന ഒരാളെ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. നോക്ക്, ഈ ലോകത്തിൽ എല്ലാവർക്കും വരാൻ പറ്റുന്ന അവസാന സ്ഥലം കല്ലറ വരെ ഉള്ളൂ. ആ കല്ലറയുടെ അപ്പുറവും എനിക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് എന്നെ വിളിക്കാൻ പോകുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. നോക്ക്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ അവർ പലപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പല ആവശ്യങ്ങൾ വരുമ്പോൾ ചിലർ ഓടി വരുന്നു, അയ്യോ ബ്രദറെ, സഹോദര എന്നാ ഉണ്ട് എന്ന് ചോദിച്ച് വിളിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പ്ലീസ് നോക്ക്, അല്ലാത്ത സമയത്ത് നമ്മളൊന്ന് തളർന്നു കിടന്ന് ആരും നമ്മളെ വിളിക്കത്തില്ല. പക്ഷേ നമ്മൾ തളർന്ന് കിടക്കുമ്പോഴും നമ്മൾ തകർന്ന് കിടക്കുമ്പോഴും, അതാ കർത്താവ് ആ ശമരിയാക്കാരന്റെ കാര്യം പറഞ്ഞത്. ആ നല്ലൊരു ശമരിയാക്കാരനുണ്ട് കേട്ടോ. പുരോഹിതൻ കടന്നുപോയി, ലേവ്യൻ കടന്നുപോയി. അവിടെ പറയുകയാണ് നല്ല ശമരിയാക്കാരൻ. ആ നല്ല ശമരിയാക്കാരനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നോക്ക്, അവിടെ വഴിവക്കിൽ എന്നെ ഇട്ടിട്ട് പോകത്തില്ല, എന്റെ വേദനയിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. അവിടെ എന്നെ ചേർത്ത് പിടിക്കും. തനിക്കായിട്ട് കരുതിയത് പകർന്നു കൊടുക്കുവോ അല്ലേ? തനിക്കായി കരുതിയ വഴിയാത്രയ്ക്ക് വേണ്ട കരുതിയ വീഞ്ഞ്, വഴിയാത്രയ്ക്ക് വേണ്ടി കരുതിയ വെള്ളം, ആഹാരം അത് കൊടുത്തു. തനിക്ക് യാത്ര ചെയ്യാൻ കൊണ്ടുവന്ന ആ
ആ കഴുതയുടെ മുകളിൽ ആ വ്യക്തിയെ തകർന്നു കിടന്നയാളെ താൻ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആക്കി അവിടെ വേണ്ട ശുശ്രൂഷ ചെയ്തു. ഇനി എന്തെങ്കിലും ഇവന് വേണ്ടി ചെലവിട്ടാൽ ഞാൻ മടങ്ങി വന്ന് തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി. ദാറ്റ് ഈസ് എന്റെ ശമരിയക്കാരൻ, അതാണ് എന്റെ കർത്താവ്. അതാ ആ കർത്താവിൽ പ്രത്യാശ വെച്ചോ, ലജ്ജിക്കത്തില്ല. സോ ലെറ്റ് us pray. നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ജയത്തിന്റെ ദിവസം, ഈ ദിവസം വെല്ലുവിളിയൊക്കെ കാണുമെന്നേ, സാരയില്ല. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, നിങ്ങളൊരു വാക്ക് സംസാരിക്കുമ്പോൾ ദൈവത്തിന് അനുകൂലത അവിടെ വെളിപ്പെടും. നിങ്ങളല്ല നോക്ക്, ഹി വിൽ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് യു. നിങ്ങളുടെ നാവ് നോക്ക്, നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ അത് യേശു ഒരു വാക്ക് പറയുന്നത് പോലെ ആയി ആ വാക്കിന് ബലം തരും. ചിലപ്പോൾ നമ്മൾ നോക്കി ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അതിശയത്തോടെ നിന്നിട്ടല്ലേ, അല്ലേ? നമ്മളല്ല. ഗോഡ് ഈസ് ടോക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് യു. നിങ്ങൾക്ക് പകരമായി കർത്താവോട് സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ആരോടോ ഞാൻ ഇന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾ അങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഓർക്കുക, അവിടെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ വളരെ ഈസിയായി നിങ്ങൾ എന്താണോ നിങ്ങൾ വിഷയമാണെന്ന് വിചാരിച്ച് ചെല്ലുന്ന അവിടെ ചെല്ലുമ്പോൾ യു ആർ ഗോയിങ് ടു സീ ദ സൊല്യൂഷൻ. അവിടെ പ്രോബ്ലം അല്ല കാണുന്നത്, സൊല്യൂഷൻ ആണ് കാണുന്നത്. സോ ഐ എം ടോക്കിംഗ് ടു സമ്മൺ. ഇതൊരു പ്രോഫറ്റിക്കൽ വേർഡ്. ആർക്കൊക്കെയോ ടുഡേ ഗോഡ് ഈസ് ഗോയിങ് ടു സോൾവ് ഇറ്റ്. അവിടെ സൊല്യൂഷൻസ് വരികയാണ്. ഡോണ്ട് വെറി അബൌട്ട് എനിത്തിങ്. അവനിൽ പ്രത്യാശ വെക്കുക. അങ്ങനെയാണെങ്കിൽ കഴുകന്മാരെ, those who wait upon the Lord will renew their strength. അവർ പുതുക്കും, അവരുടെ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് ഉയരും. ആ കർത്താവിനോട് ചേർന്ന് നിന്നു. അവന്റെ വചനം കൊണ്ട് പിന്നിക്കോണം. ഓരോ വിഷയത്തിന്റെ മേളിൽ നമ്മളെ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ലെയർ ഇട്ടുണ്ടാക്കുമല്ലേ, ലെയർ ഇട്ട് പരത്തുവല്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ അവരോർക്കും ഞാൻ ചപ്പാത്തി പരത്തുന്ന ലെയർ ഇട്ട് പരത്തുന്നത് പോലെ, ചപ്പാത്തി പരത്തുന്നത് പോലെ അങ്ങനെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വിഷയത്തിന്റെ മേളിലോട്ട് ഇട്ടോണം. ആ വിഷയം എന്നാണെങ്കിലും അതിന് നോക്ക്, അവന്റെ അടിപ്പിണരുകളാണ് എനിക്ക് രോഗമാണോ, അവന്റെ അടിപ്പിണരുകളാണ് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വചനം അതിന്റെ മേളിലോട്ട് ഇടണം. ഒരു പ്രതികൂലമാണോ, ആരൊക്കെ എതിര് നിന്നാലും, അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കൈവിട്ടാലും എന്റെ കർത്താവിനെ കൈവിടത്തില്ല. വചനം അതിന്റെ മേളിലോട്ട് ഇട്ടോണം. അവൻ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറക്കും, ഇടപോരാതെ വണ്ണം എന്നെ അനുഗ്രഹിക്കും. വചനം അതിന്റെ മേൽ ഇട്ടോണം. നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും അതിന്റെ മേലോട്ട് ആ വചനം അങ്ങോട്ട് ഇട്ടോണം. ഒന്നിനും കുറവ് വരത്തില്ല. അവനിൽ പ്രത്യാശ വെക്കുക. പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. കർത്താവേ, ഇന്ന് കേട്ടതുപോലെ ആ കർത്താവിൽ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് കർത്താവിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണമേ. അവരുടെ വിഷയങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ഭാരങ്ങൾ, നിരാശകൾ മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പുതുവഴികൾ തുറക്കട്ടെ. അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒന്നിനും ഹല്ലേലൂയ നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ കഴിയത്തില്ല. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിന് അടുക്കത്തില്ല. കർത്താവ് കൂടെ ഉണ്ടാവും, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ആ കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഏത് പ്രശ്നത്തിൽ ചെന്ന് നിന്നാലും നിങ്ങൾ തനിയല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ ധൈര്യത്തിലും ബോധ്യത്തിലും നടക്കുവാൻ കർത്താവെ ഓരോ മക്കളെയും സഹായിക്കണമേ. ദൈവിക സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. രോഗബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. വഴികളും വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പുതുബലം അവർക്ക് കൊടുക്കണം, പുതിയ ശക്തി കൊടുക്കണം. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവര് തളർന്നു പോകാതെ നോക്ക, ബാല്യക്കാര് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് എഴുതിയിരിക്കുന്ന വചനം ഞങ്ങളത് വിശ്വസിക്കുന്ന പച്ച യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ്. ഇന്ന് കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളിക്കകത്തും കർത്താവിന്റെ കരം ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. അവിടുന്ന് ചിറകിന്റെ മുകളിൽ വഹിക്കുന്നതിനായി സ്തോത്രം. പുതിയ തൂവലുകൾ കൊണ്ട് കർത്താവിനെ ബലപ്പെടുത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വസ്ഥതയും സമാധാനവും വീടുകളിൽ ഉണ്ടാകട്ടെ. സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മേൽ സ്വർഗം തുറക്കണമേ. എല്ലാ വെല്ലുവിളികളും മാറട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ജീവിതങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഞാൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന്
നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയുമെന്ന് പറഞ്ഞ കർത്താവ് എല്ലാ കണ്ണുനീരിനെയും അവിടുന്ന് ഒപ്പുന്നതിനായി സ്തോത്രം. അവരുടെ ഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ. എവരി പെയിൻ വാനിഷ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ വേദനയും. ഒരു കുഞ്ഞിനെ കുറിച്ച് വേദനയോടെ ഇരിക്കുന്ന ഒരു മാതാവിനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഭാരപ്പെടരുത്. ആ കുഞ്ഞ് നിന്റെ അല്ല, ആ കുഞ്ഞ് ദൈവത്തിന്റെ പൈതലാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിന്റെ മേൽ വിടുതലാകട്ടെ. ആരോ ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ, അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വീടുകളും അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോടും നിന്റെ മക്കൾ നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിലും ശക്തിയിലും നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ നോക്കി ഓടിയാൽ ഈവൻ ഇഫ് വി ഗെറ്റ് വീക്കർ, നമ്മൾ ബലഹീനമാകിയാൽ പോലും അവന്റെ ബലം, അവന്റെ പുതുശക്തി എന്റെ മേൽ ഇറങ്ങി വരും. സോ കർത്താവിനെ നോക്കി ഓടിക്കോ. ഒന്നിനും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല, താക്കാൻ പറ്റത്തില്ല. നോ വിൻഡ് വിൽ ബ്ലോ യു അവേ. ഒരു കാറ്റും നിങ്ങളെ പറത്തിക്കൊണ്ട് പോകത്തില്ല. കാരണം നിങ്ങൾ ശക്തിയെ പുതുക്കുന്നവരാണ്. ആ കർത്താവിൽ പ്രത്യാശ വെച്ചോ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇന്ന് ജയത്തിന്റെ ദിവസമാണ്. യു വിൽ ബി വിക്ടോറിയസ് ഓൾവേസ് ഇൻ എവറി പ്ലേസ്. ഓർത്തോണം, എല്ലായിടത്തും യേശു ക്രിസ്തു മുഖാന്തരം ജയം മാത്രമേ നമുക്കുള്ളൂ. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു, ലവ് യു ആൻഡ് പ്രേ ഫോർ us ഓൾസോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.